പിതൃസ്മരണ പരമപ്രധാനമാണ്. ആഗസ്റ്റ് 3-നാണ് കർക്കിടകവാവ്. മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ യഥാവിധി സ്മരിച്ച് ആത്മസമർപ്പണത്തോടെയുള്ള കർമാനുഷ്ഠാനങ്ങളാൽ അവർക്ക് സദ്ഗതി പകർന്ന് നൽകുകയാണ് പിതൃതർപ്പണങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം. അതുവഴി പിതൃക്കൾ സംപ്രീതരാകുന്നു. അവരുടെ അനുഗ്രഹാശിസ്സുകൾ നമുക്ക് വരും തലമുറകൾക്കും വഴിവിളക്കുകളാവുകയും ചെയ്യുന്നു. ആത്മാക്കളുടെ പ്രീതി തന്നെയാണ് കുടുംബാംഗങ്ങളുടെ ഐശ്വര്യത്തിൻ്റെയും അടിസ്ഥാനധാര. അതോടൊപ്പം അവരുടെ മോക്ഷപ്രാപ്തിക്കായി രക്തബന്ധുക്കൾ പ്രാർത്ഥനാനിർഭരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. ഏത് കാൽവെപ്പിലും പിതൃസ്മരണയെന്നത് പരമപ്രധാനമാണ്. ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവ് എന്ന നിലയിൽ കർക്കിടകവാവിന് പിതൃകർമാനുഷ്ഠാനങ്ങളിൽ വളരെയധികം പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് എന്തൊക്കെ തിരക്ക് ഉണ്ടായാലും അതെല്ലാം മാറ്റിവെച്ച് കർക്കിടകവാവിലെ പിതൃകർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കാൻ ഏവരും ബാധ്യസ്ഥരാണ്. ഒരു കാരണവശാലും അതിൽ വീഴ്ച വരാൻ പാടുള്ളതല്ല. പിതൃക്കളുടെ അദൃശ്യ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ എന്നും നമുക്ക് വഴികാട്ടിയായി ഉള്ളത്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അവരുടെ അനുഗ്രഹാശിസ്സുകൾക്കായി പൂർണ്ണാർത്ഥത്തിൽ നാം സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ നേടിയെടുക്കുന്ന ഭൗതിക സുഖങ്ങളും നേട്ടങ്ങളും എക്കാലവും നിലനിൽക്കാൻ പിതൃക്കളുടെ പ്രീതിയാണ് ഏറ്റവും ആവശ്യം. കുടുംബസൗഖ്യവും ഐശ്വര്യവും മാനസിക സമാധാനവുമെല്ലാം നിലനിൽക്കാൻ ആ വിധം അനുഗ്രഹാശിസ്സുകൾ കൂടിയേ മതിയാകൂ. ഉറ്റവർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയാലും നമ്മുടെ എല്ലാ ഓർമ്മകളിൽ അവർ നിറഞ്ഞു നിൽക്കണം. ഏത് സുപ്രധാന തീരുമാനം കൈക്കൊള്ളുമ്പോഴും മനസ്സിൽ നാം അവരെ സ്മരിക്കണം. ആ പാദങ്ങൾ ഉള്ളിൽ ഉറപ്പിച്ച് അനുവാദം വാങ്ങണം. അതെല്ലാമാണ് ഐശ്വര്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്നതെന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. ഈ വിധം ഓർമ്മകളാകട്ടെ ശ്രാദ്ധദിനങ്ങളിൽ ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രം എന്താണ് പ്രയോജനം? ബാഹ്യമായ പ്രകടനപരതയല്ല, നേരെ മറിച്ച് ആധ്യാത്മിക ബോധ്യത്തോടെ പിതൃക്കളെ ഉൾച്ചേർത്ത് പിടിക്കുകയും അവർക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണമെന്നതാണ് പ്രധാനം. അതുവഴി നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അവർ നമ്മെ കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ വിധത്തിൽ പിതൃക്കളെക്കുറിച്ചുള്ള സ്മരണകൾ എന്നും നമ്മോടൊപ്പം ജീവിത വെളിച്ചത്തിനായി അവരോട് പ്രാർത്ഥിക്കുകയാണെന്നുമുള്ള ബോധ്യം പിതൃക്കളിൽ ഉണർത്തുവാൻ കഴിയുകയും വേണം. വിശേഷ നാളുകളിലെ വാവുബലികളുടെയും പിതൃസ്മരണകളുടെയും അടിസ്ഥാന ആശയങ്ങൾ ഇതുതന്നെയാണ്. പിതൃക്കളുടെ ഒരു ദിവസം എന്നത് നമ്മുടെ ഒരു വർഷമാണ്. വർഷത്തിൽ ഒരിക്കൽ നാം ശ്രാദ്ധമൂട്ടുന്നതിലൂടെ അവർ സംപ്രീതരാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ നാളുകളിൽ അവരെ നമ്മൾ തർപ്പണങ്ങൾ നടത്തി പ്രീതിപ്പെടുത്തുകയും മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുകയും വേണം. അതിന് മുടക്കം വന്നാൽ ആത്മാക്കൾക്ക് രൂപമാറ്റം സംഭവിക്കും. പ്രേതാവസ്ഥയിൽ നിന്ന് പൈശാചികാവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വരാം. ആ രൂപമാറ്റം ഉണ്ടാകാതെ ആത്മീയ ശക്തി ചൈതന്യത്തോടെ അവരെ നിലനിർത്തുക എന്നത് രക്തബന്ധുക്കളുടെ കടമയാണ്. ആ വിധം കർമാനുഷ്ഠാനങ്ങൾ യഥാവിധി പിതൃക്കൾക്കായി നാം അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബത്തിൻ്റെ സകലവിധ ഐശ്വര്യങ്ങൾക്കും വഴിയൊരുക്കുകയും കൂടിയാണ് നാം ചെയ്യുന്നത്. നമ്മെ വിട്ടുപിരിഞ്ഞ ആത്മാക്കൾ നമുക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നു മാത്രമേ കരുതുകയുള്ളൂ. അതിനുള്ള അനുഗ്രഹമാണ് എപ്പോഴും അവർ ചൊരിയുന്നതും. എന്നാൽ ബോധപൂർവം അതെല്ലാം തിരസ്കരിക്കുകയും പിതൃക്കളോടുള്ള കടമ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്നത് പിതൃകോപങ്ങൾക്ക് വഴിയൊരുക്കുന്നു. നമുക്ക് പിതൃക്കൾ പ്രിയപ്പെട്ടവരാകുന്നത് പോലെ പിതൃക്കൾക്ക് നമ്മളും പ്രിയങ്കരായിരിക്കുമല്ലോ. അങ്ങനെയുള്ള പിതൃക്കൾ നമ്മൾക്ക് എതിരായി ചിന്തിക്കുമോ കോപിക്കുമോ എന്നെല്ലാം ചിന്തിച്ചേക്കാം. സാധാരണഗതിയിൽ പിതൃക്കൾക്ക് ബന്ധുക്കളോട് ആ വിധത്തിൽ കോപിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അവർക്കു വേണ്ടി നാം അനുഷ്ഠിക്കേണ്ടി വന്ന കർമ്മങ്ങളിൽ നിരന്തരം വീഴ്ചകൾ ബോധപൂർവം വരുത്തിയാലോ? നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അശ്രദ്ധ മൂലം അവർക്ക് മോക്ഷം ലഭിക്കാത്തൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാനും പാടില്ല. അതൊരിക്കലും ഉറ്റ ബന്ധുക്കൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്കുള്ള കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകരുത്. നിറഞ്ഞ പ്രാർത്ഥനകളോടെ ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യധികം ശ്രദ്ധയോടെയും ശരീരവും മനസ്സും പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടുമായിരിക്കണം. കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിനായുള്ള തയ്യാറെടുപ്പുകളും പ്രധാനമാണ്. ജീവിത സാഹചര്യങ്ങളിൽ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഭക്ഷണശീലമാണ് ഉണ്ടാകേണ്ടത്.
കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇല്ലം, വല്ലം, നെല്ലി എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഉത്തരം. അതായത് ഒന്നുകിൽ അവനവൻ്റെ വീട്, അല്ലെങ്കിൽ തിരുവല്ലമോ വയനാട്ടിലെ തിരുനെല്ലിയോ എന്ന് അർത്ഥം. അതിനാൽ ഗൃഹത്തിൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ശ്രേയസ്കരം തന്നെ. നമ്മുടെ ഉള്ളിലുള്ളവർ തന്നെയാണ് നമ്മെ വിട്ടുപോയ പിതൃക്കൾ. അതിനാൽ തന്നെ ആത്മാർത്ഥതയോടെ ഏറ്റവും ലളിതമായി നൽകുന്നതുപോലും സന്തോഷത്തോടെ അവർ സ്വീകരിക്കും. വീടും പരിസരവും വൃത്തിയായി സുഗന്ധധൂമങ്ങൾ പുകച്ച് ആധ്യാത്മിക വിശുദ്ധി പകരണം. കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും പുണ്യാഹം കൊണ്ടുവന്ന് തളിക്കുകയും ആകാം. തലേന്നാൾ ഒരിക്കലൂണും മറ്റു വ്രതങ്ങളും അനുഷ്ഠിക്കണം.